എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പുളിയാമ്പിള്ളി നമ്പൂരി എന്ന കഥയാണ്. ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേയനുമായിരുന്നു. ദിവസം തോറും ദേവീ ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്നു മാത്രമല്ല, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, കറുത്തവാവ് മുതലായ ദിവസങ്ങളിൽ മദ്യം, മാംസാദി നിവേദ്യ സാധനങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തിപൂജയും ഉണ്ടായിരുന്നു. പൂജാനന്തരം അദ്ദേഹം ധാരാളമായി മദ്യം സേവിക്കാറുമുണ്ട്. ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷ മൂർത്തിയുമായിരുന്നു. ഇദ്ദേഹം മദ്യം, മാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റുള്ള ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വം നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല. ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്പൂതിരിമാർ കൂടിയിരുന്നു കൊണ്ട് ഇയാൾ ശുദ്ധ നീചനാണ്, ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ, നമുക്കിനി ഈ കള്ളുകൂടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിന് ക്ഷണിക്കരുത്, ക്ഷണിക്കാതെ വന്നാൽ അടിച്ച് പുറത്തിറക്കണം, നമുക്കാർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുടെ അവിടെ പോവുകയും വേണ്ട എന്നൊക്കെ പറയും. എങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ടൊന്നും പറയാൻ ആർക്കും യുക്തി ഉണ്ടായില്ല. തക്കതായ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂരിമാരെല്ലാം കൂടി അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നാൾ പുളിയാമ്പിള്ളി നമ്പൂരി ശക്തിപൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് കിട്ടി. ഉടനെ അവർ പലർ കൂടി ഇദ്ദേഹം മദ്യവും കൊണ്ട് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണമെന്ന് നിശ്ചയിച്ച് വഴിവക്കത്ത് ഒരു സ്ഥലത്ത് ചെന്നൊളിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂതിരി മദ്യകുംഭവും തലയിൽ വെച്ച് വരവായി. ഉടനെ നമ്പൂതിരിമാരെല്ലാം കൂടി ചുറ്റും ചെന്ന് വളഞ്ഞു. കാര്യം പറ്റിപ്പോയി എന്ന് വിചാരിച്ചും കൊണ്ട് അവർ ഈ കുടത്തിലെന്താ എന്ന് ചോദിച്ചു. ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് മനസ്സിലായി. ഇവരുടെ ചതിയൊന്നും തന്നോട് നടക്കില്ല എന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. എങ്കിലും ഇവരുടെ ഉത്സാഹം വെറുതെ കെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് പിന്നെ അബദ്ധം പറ്റി എന്ന രീതിയിൽ പരിങ്ങൾ ഭാവിച്ചു നിന്നു. അപ്പോഴേക്കും നമ്പൂതിരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു. എന്താ കുടത്തിൽ, എന്താ കുടത്തിൽ എന്നെല്ലാവരും ചോദ്യം മുറുമുറുക്കമായി. പുളിയാമ്പിള്ളി നമ്പൂതിരി വലിയ ജാള്യത സംഭവിച്ച ഭാവത്തിൽ ആരുടെയും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു. അപ്പോൾ ചിലർ എന്നാൽ ഞങ്ങൾക്ക് കുടം അഴിച്ച് കാണട്ടെ എന്നായി. ചിലർ കുടം പിടിച്ചു വലിച്ച് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ മദ്യത്തിൻ്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്ത് എന്താണെന്ന് നമ്പൂതിരിമാർക്ക് നിശ്ചയമായി. അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലശലായി കഴിഞ്ഞു. അപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി എന്തിനാ അഴിച്ചു കാണുന്നു, ഇതിൽ കുറച്ച് കളിയടക്കയാണ്, അകായിലേക്ക് 3 കൂട്ടാൻ കളിയടക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിമാർ എന്നാൽ ഈ കളിയടക്ക ഞങ്ങൾക്കും ഒന്ന് കാണണം എന്നായി. എന്തിന് വളരെ പറയുന്നു, കുടം അഴിച്ച് കാണിക്കാൻ അദ്ദേഹം അടിക്കും തോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അഴിച്ചു കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂതിരിമാർക്ക് കലശലായി തീർന്നു. അഴിച്ച് കാണിക്കാതെ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂതിരി എന്നാൽ കണ്ടോളിൻ എന്ന് പറഞ്ഞ് കുടത്തിൻ്റെ മൂടി അഴിച്ചു. നമ്പൂതിരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് ഒന്നാന്തരം കളിയടക്കിയായിരുന്നു. നമ്പൂതിരിമാരെല്ലാം ചമ്മിപ്പോയി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും പോയപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂതിരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ച് കെട്ടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്കും പോയി. പൂജയുടെ സമയമായപ്പോൾ കളിയടയ്ക്കം മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടെന്നതിനുള്ള തക്കതായ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിന് നമ്പൂതിരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്ത് തന്നെയാണ് പതിവ്. അത് രാത്രികാലങ്ങളിലായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല, രാവിലെ ആവട്ടെ എന്ന് പറയുന്നതിന് ഭൃത്യന്മാരെ ചട്ടം കിട്ടിയിരിക്കും. പിന്നെ രാത്രി സമയത്ത് വാതിലടച്ച് കിടക്കുന്ന ഇദ്ദേഹത്തിന് ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ? പകൽ പുറത്ത് കാണുമ്പോഴേക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുകയും ഇല്ല. പിന്നെ എന്ത് നിവൃത്തിയാണുള്ളത്? ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവുമില്ലാതെ വളരെ കാലം വിഷമിച്ചതിന് ശേഷം നമ്പൂതിരിമാരെല്ലാം കൂടി വിവരം രാജാവിങ്കൽ അറിയിച്ചു. ശക്തിപൂജയുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറഞ്ഞാൽ നിവൃത്തി ഉണ്ടാക്കാമെന്ന് രാജാവ് കൽപ്പിച്ചു.
പിന്നെ നമ്പൂതിരിമാരെല്ലാവരും കൂടി കർക്കിടകത്തിൽ കറുത്ത വാവിനാൽ ശക്തി പൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞ് രാജാവിങ്കിൽ ഗ്രഹിപ്പിച്ചു. പുളിയാമ്പിള്ളി നമ്പൂതിരി പതിവ് പോലെ പൂജയും കഴിച്ചു മദ്യവും സേവിച്ച് മതാന്തഹൃദയനായി കിടന്ന സമയം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് രാജാവ് ആളയച്ചു. രാജാവിൻ്റെ ആൾ നമ്പൂതിരി ഇല്ലത്ത് എന്ന വിവരം ദാസി മുഖാന്തരം അഗായിൽ ഗ്രഹിപ്പിച്ചു. അഗായിൽ എന്നുദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്നിയാണ്. അന്തർജനം ആ വിവരം നമ്പൂതിരിയുടെ അടുക്കൽ ചെന്നു പറഞ്ഞു. അപ്പോൾ മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് ബോധം കെട്ടി കിടന്ന നമ്പൂതിരി, ആട്ടെ, നിലാവുദിക്കുമ്പോൾ ചെല്ലാം, ഇപ്പോൾ ഈ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞേക്ക് എന്നു പറഞ്ഞു. അന്തർജനം ആ വിവരം ദാസി മൂലം രാജഭൃത്തിനോടും പറഞ്ഞയക്കുകയും ചെയ്തു. പുളിയാമ്പിള്ളി നമ്പൂതിരി വെളിവ് കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയെ വെച്ചുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ അസംഖ്യം നമ്പൂതിരിമാർ കൂടിയിരുന്നു. അപ്പോൾ ഭൃത്യൻ വന്ന് നമ്പൂരി നിലാവുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ട് നമ്പൂതിരി മദ്യപാനം ചെയ്ത് വെളിവ് കൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. കറുത്ത വാവിനാൽ ചന്ദ്രനുദിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാത്തതിനാൽ ഇത് സ്വബോധമുള്ളവർ പറയുന്നതല്ലല്ലോ. അപ്പോൾ രാത്രി കുറേ അധികമായതിനാൽ നമ്പൂതിരിമാരും അവരവരുടെ ഇല്ലങ്ങളിലേക്കും പോയില്ല. രാജാവ് പള്ളിയറയിലേക്കും എല്ലാവരും രാജഭവനത്തിൻ്റെ തന്നെ ഓരോ സ്ഥലങ്ങളിലായി പോയി കിടന്നുറങ്ങി. ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് ബോധം വീണു. അപ്പോൾ അദ്ദേഹത്തിന് രാജാവിൻ്റെ ആൾ വന്നിരുന്നു എന്നോ താൻ എന്തോ അസംബന്ധം പറഞ്ഞേച്ചു എന്നോ ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഒരു ഓർമ്മ വന്നു. ഉടനെ തന്നെ അന്തർജനത്തെ വിളിച്ച് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയും ചെയ്തു. നിലാവുദിക്കുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞയച്ചിരിക്കുന്നു കേട്ടപ്പോൾ നമ്പൂതിരി തൽക്കാലം ഒന്ന് അന്താളിച്ചു. എങ്കിലും സർവ്വലോകൈക മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്കൊരു ദുസ്സാധ്യവും അവമാനകരവും വരികയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹം ഉടനെ എണീറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശമധ്യത്തിങ്കിൽ പ്രകാശിച്ച് നിൽക്കുന്നതും നല്ല വിശദ ചന്ദ്രിക ലോകമെങ്ങും നിറഞ്ഞു പരന്നിരിക്കുന്നതും കാണപ്പെട്ടു. അതിനാൽ അത്യന്തം സന്തുഷ്ടഹൃദയനായ നമ്പൂതിരി വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിയറ വാതിലിക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. ഉടനെ രാജാവ് ഉണർന്നു. ആരത് എന്ന് ചോദിച്ചു. ഞാൻ തന്നെ, പുളിയാമ്പിള്ളി എന്ന് നമ്പൂരി ഉത്തരം പറഞ്ഞപ്പോൾ, എന്താ നിലാവുദിച്ചുവോ എന്ന് രാജാവ് ചോദിച്ചു. ഉവ്വല്ലോ, പുറത്തിറങ്ങി നോക്കിയാൽ കാണാം എന്ന് നമ്പൂതിരി പറഞ്ഞു. ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണ്ണചന്ദ്രനെയും ചന്ദ്രികാ പ്രകാശത്തെയും കണ്ട് അത്യന്തം വിസ്മയിച്ചു. അപ്പോൾ തന്നെ രാജാവ് ഭൃത്യന്മാരെ പറഞ്ഞയച്ച് നമ്പൂതിരിമാരെ എല്ലാം വിളിച്ചു വരുത്തി. എല്ലാവരും ഇതുകണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു. രാജാവ് പുളിയാമ്പിള്ളി നമ്പൂതിരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും എല്ലാം മറഞ്ഞു നല്ല ഇരുട്ടാവുകയും ചെയ്തു. ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയും അല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഭക്തവത്സലായ ദേവി ഭക്തനായ നമ്പൂതിരിക്ക് അപമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും തോന്നി എന്നേയുള്ളൂ. ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തി കാണിക്കുന്നതിനോ അദ്ദേഹത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. ദേവീപ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലല്ലോ. പുളിയാമ്പിള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയുമായിരുന്നു. അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു. അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോടു കൂടി പോവുക പതിവായിരുന്നു. എങ്കിലും അത് അന്യന്മാർക്ക് അപ്രത്യക്ഷ തന്നെ ആയിരുന്നു. ഒരു ദിവസം നമ്പൂതിരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ നമ്പൂതിരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. കുറേ വഴി പോന്നതിന് ശേഷം ഒരിക്കൽ നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ചു കുറച്ചു നേരം തിരിഞ്ഞു നിന്നു. എന്നിട്ടും കാണാകിയാൽ നമ്പൂതിരിക്ക് വളരെ വ്യസനമായി. ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ പോവാം എന്ന് വിചാരിച്ച് അദ്ദേഹം വന്ന വഴിയെ തന്നെ തിരിച്ചു നടന്നു. കുറച്ച് ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയൻ ഒരു വാളും പീഠവും വെച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചാറ്റുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി
സ്തുതിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിന്മേൽ ഇരിക്കുന്നതും നമ്പൂതിരി കണ്ടു. എന്നാൽ ദേവിയെ പറയന് കാണാൻ പാടില്ലായിരുന്നു താനും. അവൻ്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂതിരി എല്ലാം കണ്ടുകൊണ്ട് വഴിയിൽ തന്നെ നിന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂതിരി അടുക്കൽ വന്നു. അപ്പോൾ നമ്പൂതിരി, അല്ലയോ ദേവി, ഈ പറയമാടത്തിലും മറ്റും അവിടെ എഴുന്നള്ളിയത് വളരെ വലിയ കഷ്ടമാണ്. മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ നീചനായ ആ പറയൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളുകയും അവൻ്റെ നിവേദ്യാംശത്തെ അവിടുന്ന് അനുഭവിക്കുകയും ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് വളരെ വല്ലായ്മ തോന്നി. ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളതിന് പോകാതിരുന്നാൽ കൊള്ളാം എന്നു പറഞ്ഞു. ഇത് കേട്ട് ദേവി ചിരിച്ചുകൊണ്ട്, അല്ല, അങ്ങ് ഇതുവരെ എൻ്റെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞിട്ടില്ല അല്ലേ? അങ്ങയ്ക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല. എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്ക് ഒന്നുപോലെയാണ്. ചണ്ടാളനെന്നും ബ്രാഹ്മണനെന്നുമുള്ള വ്യത്യാസം എനിക്കില്ല. ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോവാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഗണിക്കുന്ന ഭക്തിയെയാണ്. ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ വരുന്നില്ല. ഇനി അങ്ങയ്ക്ക് എന്നെ കാണാനും കഴിയില്ല. എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടും കൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുളി ചെയ്ത് അവിടെ തന്നെ അന്നദാനവും ചെയ്തു. അതിൽ പിന്നെ നമ്പൂരി മാംസചക്ഷുസ് കൊണ്ട് ദേവിയെ കണ്ടിട്ടില്ല. ദേവി അപ്രത്യക്ഷമായതിനു ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നതുമില്ല. പുളിയാമ്പുള്ളി നമ്പൂതിരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബപര ദേവതയെ വെച്ചാചരിച്ചു വരുന്നുണ്ട്. കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് വെള്ളം കൂടി വെക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട്. പുളിയാമ്പുള്ളി നമ്പൂതിരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം. സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധ ഉപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂതിരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിക്കുക പലയിടത്തും നടപ്പാണ്. മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം. പുളിയാമ്പള്ളി നമ്പൂതിരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോഷണം ലോകത്തില്ലെന്നാണ് ചിലർ പറയുന്നത്. വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ 41 ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണത്തൊണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൽ കൊണ്ടുചെന്ന് നമസ്കരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദ്ദിച്ചു മരിക്കും. കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതിരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും. പുളിയാമ്പള്ളി നമ്പൂതിരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ യാതൊരു മൂർത്തിയുമില്ല എന്നിങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്തും ധാരാളമുണ്ട്. വളരെ കാലം മുമ്പേ മരിച്ചു പോയിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും സാമാന്യമൊന്നുമല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നുവെന്നും ഇദ്ദേഹം ചരമഗതി പ്രാപിച്ചിട്ട് ഇപ്പോൾ 500 സംവത്സരത്തിൽ അധികമായിരിക്കുന്നു എന്നുമാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.